ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സ്കാലപ്പ് നെക്കാണ് കേട്ടോ. അപ്പോൾ സ്കാലപ്പ് നെക്കിൽ നമ്മൾ വി നെക്കിലാണ് നമ്മൾ ഈ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യു ഷേപ്പിൽ ചെയ്യാം, പിന്നെ റൗണ്ട് നെക്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ക്വയറിലും എല്ലാ ഷേപ്പിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വി നെക്കിലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ പേപ്പർ ക്യാൻവാസ് ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലത് ബുക്കറത്തിൽ വെച്ച് ചെയ്യാണ് നല്ലത്, പക്ഷേ എൻ്റെ ബുക്കറും കാണുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ പേപ്പർ ക്യാൻവാസ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്കാലപ്പ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ യു ഷേപ്പ് പോലെയാണല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഉള്ളിലോട്ട് വരുമ്പോൾ അത് ഇങ്ങനെ കഴുത്തിങ്ങനെ ഇടുങ്ങിയ പോലെ വരും, ഉള്ളിലോട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് ഒന്ന് കുറച്ചും കൂടി നമ്മൾ കൂടുതലെടുത്താലാണ് നമുക്കത് നമ്മൾ സാധാരണ നെക്ക് തയ്ക്കുമ്പോൾ ആ ഒരു ഈസിനെസ് നമുക്ക് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ വിഡ്ത്ത് എടുക്കുന്നത് 3.25 ഇഞ്ചാണ് എടുക്കുന്നത്. സാധാരണ ഞാൻ വി നെക്കിന് എടുക്കാറുള്ളത് 4 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 3.25 ഇഞ്ച് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ താഴോട്ട് ഞാനൊരു 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 7 ഇഞ്ചായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു 1/2 ഇഞ്ച് നമ്മൾ അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു തുമ്പാണ് നമ്മുടെ നെക്കിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗം വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ പുറത്തേക്ക് വരണ്ട, ഉള്ളിലാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇവിടെയാണ് നമ്മുടെ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ മൂടിയുടെ പകുതിയിലും കുറവായിട്ടാണ് വരുന്നത്, ഇതിൻ്റെ ഒരു വിഡ്ത്ത് വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പുറത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലൈനിൽ വരുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഈ ഒരു തുമ്പത്ത് മുട്ടുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ലാസ്റ്റും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരണം. പിന്നെ ഇവിടെ നമ്മൾ ഇതുപോലെ ഇതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് കൂടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചൊരു ലെങ്ത്, ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച്. നമുക്ക് ക്യാൻവാസ് കുറച്ച് ലെങ്ത് വിഡ്ത്തിൽ വേണമല്ലോ, അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മളൊരു സ്ക്വയർ പോലെയാണ് കേട്ടോ കട്ട്. ഇവിടെ നമ്മളൊരു സ്ക്വയർ പോലെ ആക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ
ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അയൺ ചെയ്തിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ക്യാൻവാസിൽ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളിത് ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മൾ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് ഈക്വലായി എടുത്തിട്ട് നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു വിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ക്യാൻവാസ് അവിടെ കറക്റ്റായിട്ട് വെക്കാനായിട്ടാണ്. എന്നിട്ട് നമ്മൾ ക്യാൻവാസ് അതിന് മുകളിൽ കറക്റ്റായിട്ട് ക്യാൻവാസിൻ്റെ സെൻറ്ററും നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ സെൻറ്ററും പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ഒന്നെങ്കിൽ നമുക്ക് പേൾ പിൻ വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നടുവിൽ തന്നെ രണ്ടും കൂടി നമുക്ക് സിമ്പിളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് അനങ്ങി പോകത്തില്ല കേട്ടോ. അപ്പം ഞാൻ 3 പ്രാവശ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് 3ാമത്തെ പ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതായത് സെൻറ്ററിലും പിന്നെ റൈറ്റും ലെഫ്റ്റായിട്ട് ഞാൻ ഓരോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഇത് കുറച്ച് വിടുത്തുള്ള നെക്കാണല്ലോ. അപ്പോൾ ആ സൈഡിൽ വിടുത്ത് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തെന്നി പോകാൻ സാധ്യത. അതുകൊണ്ടാണ് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ അതെല്ലാം പോകുന്നതാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പേൾ പിൻ വെച്ചിട്ടും ഒരു 3-4 വെച്ചിട്ട് സെക്യൂർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുവാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കറക്റ്റ് ആ മൂലകളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വരണം. അവിടെ നമുക്ക് പ്രശ്നം വന്നാൽ അതിൻ്റെ ഭംഗി പോട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ട് ഇതിൻ്റെ സ്പീഡൊക്കെ ഞാൻ വളരെ കുറവ് 10-ൽ താഴെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ കോർണർ വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഇത് പൊക്കിയിട്ട് ലിവർ പൊക്കിയിട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് കേട്ടോ. സൂചി കുത്തി നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്കത് ആ ഒരു കോർണർ തെറ്റിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻവാസിൽ കൊള്ളാത്ത രീതിയിൽ ക്യാൻവാസിൻ്റെ അരികിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പകുതി എത്തിയിട്ടുണ്ട്, ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും അതുപോലെ മുകളിലോട്ട് വരികയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷെ നമ്മളിതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളതാണ്. പാർട്ടി വെയറിന് പ്രത്യേകിച്ച് നല്ല ഭംഗിയായിരിക്കും. അപ്പം സമയം എടുത്താലും നമുക്ക് നല്ല ഔട്ട്കം ആയതുകൊണ്ട് നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല കേട്ടോ. പിന്നെ സാധാരണ നെക്ക് തയ്ക്കുന്നതിനേക്കാൾ ഭംഗിയാണ് എപ്പോഴും ഒരു സ്കാലപ്പ് നെക്കിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ക്യാമറ കുറച്ച് മാറിപ്പോയി, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടാത്തതാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നും അതേ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ കൃത്യം ആ കോർണറിൻ്റെ അവിടെ ശരിക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് കൊടുക്കണം. എന്നാലും അത് കറക്റ്റായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഒരു ഭംഗിയിൽ വരുള്ളൂ. അല്ലെങ്കിൽ അവിടെ ആ കോർണർ ഇല്ലാത്ത പോലെ തോന്നും. ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് അവിടെ വരണമല്ലോ, ആ കോർണറിൻ്റെ അവിടെ ഒരു വി ഷേപ്പ് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉള്ളിൽ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിതിങ്ങനെ ഓരോന്നിങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഇടയിലൊക്കെ ഒരു ടൈറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് പഴയ പോലെ ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അയൺ ചെയ്യുന്ന നേരത്ത് നന്നായി നമ്മൾ ഇത് ശരിയാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഷേപ്പ് വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ ഇതിലെ ഇപ്പം ടൈറ്റ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ അരികിലൂടെ പോകുമ്പോൾ നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് താഴത്തെ ഭാഗം നമ്മൾ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ നെക്കിൻ്റെ താഴെ വരുന്ന ഭാഗം നമ്മൾ കുറച്ച് ചെസ്റ്റിൻ്റെ അവിടെ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലീറ്റ്സാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നമുക്കത് ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനും. പിന്നെ സൈഡും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എത്രത്തോളം തുണിയുണ്ട് അതനുസരിച്ച് നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് ഇടാം. അപ്പോൾ കുറേ പ്ലീറ്റ്സിന് നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. ഫുൾ ഇതുപോലെ കണ്ടോ, ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മളിതിങ്ങനെ അയൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിതിൻ്റെ മിഡിൽ പാർട്ട് നമ്മളിതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു വി കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിൽ പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ സ്കാലപ്പ് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കാലപ്പ് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഈ ഒരു പാർട്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കാലപ്പ് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ.